ചേടാ, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കാശുണ്ടാക്കാമെന്നുള്ള നമ്മുടെ മോഹവും ഇങ്ങനെ ആയിപ്പോയല്ലോ. അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നേരെ ചൊവ്വേ ആരും കാണുന്നു പോലുമില്ല. നിരാശയിൽ ആകാശിരിക്കുമ്പോൾ ഒപ്പം ചെന്നിരുന്നു സുഹൃത്ത് വിഷ്ണു. ഡാ, നമുക്ക് നല്ലൊരു കണ്ടന്റ് കിട്ടണം, അത് വെച്ച് വീഡിയോ ചെയ്യണം, എന്നാലേ കാര്യമുള്ളൂ. അതിനു പറ്റിയ ഒരൈറ്റം നിന്റെ കയ്യിലുണ്ട്. നീ ഓക്കെ ആണേൽ നമുക്ക് ചെയ്യാം. വിഷ്ണു പറഞ്ഞത് കേട്ട് ആകാംക്ഷയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആകാശ്. പറയടാ, എന്താ കാര്യം? അളിയ, നമുക്കൊരു എക്സ്പ്രഷൻ ഷൂട്ട് ചെയ്ത് വീഡിയോ ആക്കാം. വേറൊന്നുമല്ല, സ്ത്രീകളുള്ള മെഡിക്കൽ ഷോപ്പുകളിൽ പോകാം, എന്നിട്ട് കോണ്ടം വേണമെന്ന് പറയാം. അത് കേൾക്കുമ്പോഴും എടുത്തു തരുമ്പോഴും ഉള്ള അവരുടെ എക്സ്പ്രഷനും പ്രതികരണവും അവരറിയാതെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്താൽ സൂപ്പറാകില്ലേ? സംഭവിച്ചിട്ട് മസാല ടൈപ്പ് ആയതുകൊണ്ട് റീച്ച് കിട്ടാതിരിക്കില്ല. മാത്രമല്ല, മോശം പ്രതികരണം കിട്ടിയാൽ പഴഞ്ചൻ ചിന്താഗതിയുള്ള സമൂഹമാണെന്നോ മറ്റോ ക്യാപ്ഷൻ ഇട്ടുകൊടുത്ത് ഇറക്കാം. ആ ആശയം കേൾക്കേ ആകാശിൻ്റെ മിഴികൾ വിടർന്നു. അളിയ പൊളി, ഇതുറപ്പായും ക്ലിക്കാവും. വേണേൽ ഒരു മസാല ബീജം കൂടി മിക്സ് ചെയ്യാം, അപ്പോൾ പൊളിക്കും. അവനും ആവേശത്തിലായിരുന്നു. ഡാ, പക്ഷെ നമ്മൾ +2 സ്റ്റുഡൻസ് അല്ലേ, അന്നേരം കോണ്ടൊക്കെ ചെന്ന് വാങ്ങുമ്പോൾ സീനാകോ എന്നൊരു പേടിയില്ലാതില്ല. മാത്രമല്ല, പരിചയമുള്ള ആരെങ്കിലും കണ്ടാലോ? വീഡിയോ എടുക്കുവാണെന്നൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കില്ല. വിഷ്ണു ചെറിയൊരു സംശയത്തോടെ നോക്കുമ്പോൾ അതൊന്നും ആകാശിന് ഒരു പ്രശ്നമേ അല്ലായിരുന്നു. ഡാ, നമുക്ക് സിറ്റിയിലേക്ക് പോകാം. അവിടെയുള്ള മിക്ക മെഡിക്കൽ ഷോപ്പുകളിലും ലേഡീസാണ്. മാത്രമല്ല, അവിടെ ആകുമ്പോൾ പരിചയക്കാരും ഉണ്ടാവില്ല. മറുപടി പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റു അവൻ. ഇപ്പം പോകാം നമുക്ക്. നേരെ വീട്ടിൽ പോയി ക്യാമറ എടുക്കേണ്ട താമസം. വേഗത്തിൽ തൻ്റെ ബൈക്കിലേക്ക് കയറി ആകാശ്. പിന്നെ ഒന്നും ചിന്തിക്കാതെ ഒപ്പം വിഷ്ണുവും കയറി. അങ്ങനെ വലിയ ആവേശത്തോടെ അവർ സിറ്റിയിലേക്ക് തിരിച്ചു. അത്യാവശ്യം തിരക്ക് കുറഞ്ഞ ഒരു ഭാഗത്തെ മെഡിക്കൽ ഷോപ്പാണ് ആദ്യം അവർ തിരഞ്ഞെടുത്തത്. ഡാ, ഇവിടുന്ന് തുടങ്ങാം. ദേ, ആ ചേച്ചി മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഷോപ്പിൽ. നീ വീഡിയോ ഷൂട്ട് ചെയ്, ഞാൻ പോയി ചോദിക്കാം. ആകാശ് തയ്യാറെടുപ്പുകളോടെ ക്യാമറ വിഷ്ണുവിന് നൽകി. മെഡിക്കൽ ഷോപ്പ് ലക്ഷ്യം വെച്ച് നടന്നു. എന്താ മോനെ വേണ്ടേ? അവനെ കണ്ടപാടി ഷോപ്പിൽ ചേച്ചി തിരക്കി. ചേച്ചി, ഒരു പാക്കറ്റ് കോണ്ടം വേണം. ആ ആവശ്യം കേട്ടപാടി ആ ചേച്ചിയുടെ നെറ്റി ചുളിഞ്ഞു. ആകാശിനെ ഒന്ന് അടിമുടി നോക്കി. തൻ്റെ ഭാവമാറ്റം പുറത്ത് അധികം കാട്ടാതെ തന്നെ അവർ വേഗം ഒരു പാക്കറ്റ് കോണ്ടം എടുത്ത് അവന് നേരെ കൊണ്ടുവന്നു. ചേച്ചി, ഈ കോണ്ടങ്ങളിൽ നല്ല സുഖം കിട്ടുന്ന ബ്രാൻഡോ ഫ്ലേവറോ ഏതാണെന്ന് പറയാവോ? വീഡിയോയ്ക്ക് വേണ്ടത് കിട്ടാനായി അവൻ വീണ്ടും ചോദ്യമെറിഞ്ഞു. എൻ്റെ മോനെ, എനിക്കറിയില്ല. ഞാനിതൊന്നും ഉപയോഗിച്ച് നോക്കിയിട്ടല്ല ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്. പുച്ഛത്തോടെയാണ് ആ മറുപടി കിട്ടിയത്. മാത്രമല്ല, ആകാശിനെ അടിമുടി ഒരിക്കൽ കൂടിയൊന്ന് നോക്കി തുടർന്നു അവർ. നിങ്ങൾ ഈ ചെറിയ പിള്ളേർ ഈ സാധനവും വാങ്ങി എവിടേക്കാണ് പോണതെന്നൊന്നും എനിക്കറിയില്ല. അത് തിരക്കണമെന്നുണ്ടേലും ചോദിക്കാനും ഞാനില്ല. മക്കൾ ചെല്ല്, ഇതൊന്നും അത്ര നല്ലതല്ല എന്ന് മാത്രം മനസ്സിൽ വെച്ചോ. വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ അവരൊരു പേപ്പർ എടുത്ത് ആ പാക്കറ്റ് പൊതിഞ്ഞ് ആകാശിന് നേരെ നീട്ടി. അതെന്താ ചേച്ചി, ഞങ്ങളുടെ പ്രായക്കാർക്ക് ഇത് ഉപയോഗിച്ചുകൂടെ? അങ്ങനെ എന്തേലും ഇതിലെഴുതിയിട്ടുണ്ടോ? അതോ ഇതൊക്കെ ഉപയോഗിക്കുന്നത് കുറ്റമാണെന്നാണോ ചേച്ചി പറയുന്നത്? വീണ്ടും വീണ്ടും അവരെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ആകാശ്. അപ്പോൾ ഞാൻ ഇതൊക്കെ കച്ചവടം ചെയ്യാനിരിക്കുന്ന ആളാണ്. മോൻ ക്യാഷ് തന്നിട്ട് പൊയ്ക്കോ. എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല. മനഃപൂർവ്വം അവർ ആ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതാണെന്ന് മനസ്സിലാക്കവേ പിന്നെ നിൽക്കാൻ കഴിയാതെ കാശ് കൊടുത്ത് തിരികെ നടന്നു അവൻ. ഈ സംഭവങ്ങളെല്ലാം കൃത്യമായി വിഷ്ണു ക്യാമറയിൽ പകർത്തിയിരുന്നു. അളിയ, ഓക്കെയാണ്. ചേച്ചി ആവശ്യത്തിനുള്ളതൊക്കെ തന്നിട്ടുണ്ട്. പഴഞ്ചൻ ചിന്താഗതി എന്നുള്ള ക്യാപ്ഷനുള്ളതായി. ഇനി അടുത്ത ഷോപ്പിൽ പോകാം. വിഷ്ണു പറഞ്ഞത് കേട്ട് ബൈക്കിലേക്ക് കയറി ആകാശ്. വേഗത്തിൽ അവർ പാഞ്ഞു അടുത്ത മെഡിക്കൽ ഷോപ്പ് ലക്ഷ്യമാക്കി. അടുത്തതായി സെലക്ട് ചെയ്ത ഷോപ്പിൽ 20നും 25നും ഉള്ളിൽ പ്രായം തോന്നിപ്പിക്കുന്ന ഒരു പെൺകുട്ടിയും ഒരു മധ്യവയസ്കനുമാണ് ഉണ്ടായിരുന്നത്. അളിയ, ഇത്തവണ ഞാൻ പോകാം. അവളെ കണ്ട മാത്രയിൽ വിഷ്ണു ആവേശത്തിലായി. അവൻ മുന്നിൽ നടക്കുമ്പോൾ ക്യാമറ ഒളിപ്പിച്ചു വെച്ച് പിന്നാലെ ചെന്നു ആകാശ്. അതേ, ഒരു പാക്കറ്റ് കോണ്ടം വേണം. ആ ചോദ്യം കേട്ട് ഒരു ഭാവമാറ്റവും ആ ഷോപ്പിൽ 2 പേർക്കും ഉണ്ടായില്ല. രശ്മി, നോക്ക്, ദേ ആ 2ാമത്തെ ഷെൽഫിൽ നിന്ന് എടുത്തു കൊടുക്ക്. മധ്യവയസ്കൻ കൈ ചൂണ്ടിയ സ്ഥലത്ത് നിന്നും ഒരു പാക്കറ്റ് കോണ്ടം എടുത്തു വന്നു ആ പെൺകുട്ടി. അതേ, ഇതിലേത് ഫ്ലേവറാ നല്ലതെന്നറിയോ? അതുപോലെ കൂടുതൽ സുഖം കിട്ടുന്നതും? അവൾക്കുള്ള അടുത്ത ചോദ്യം വിഷ്ണുവിൻ്റെ പക്കൽ റെഡിയായിരുന്നു. എന്നാൽ ആ ചോദ്യവും ആ പെൺകുട്ടിയിൽ വലിയ ഭാവമാറ്റം ഒന്നും ഉണ്ടാക്കിയില്ല. മാത്രമല്ല, കൂടെ ഉണ്ടായിരുന്ന മധ്യവയസ്കന് നേരെ തിരിഞ്ഞു അവൾ. മാമ, ഇതിൽ ഏത് ഫ്ലേവറാണ് നല്ലത്, സുഖം കൂടുതൽ കിട്ടുന്നതും?
അവളുടെ ചോദ്യം കേട്ടപാടെ മുന്നിലേക്ക് വന്നു അയാൾ. മോനെ, ഡോട്ട്സ് വാങ്ങ്, അതാ നല്ലത്. ശേഷം ആ പെൺകുട്ടിക്ക് നേരെ തിരിഞ്ഞു. മോളെ, ആ സ്ട്രോബെറി ഫ്ലേവറിങ് എടുക്ക്. എല്ലാം വളരെ സിമ്പിളായി അവർ ഹാൻഡിൽ ചെയ്തപ്പോൾ അല്പം നിരാശനായി വിഷ്ണു. പാക്കറ്റ് എടുത്ത് പോക്കറ്റിലിട്ട് കാശും കൊടുത്ത് അവൻ തിരികെ ആകാശിനരികിലെത്തി. ഓ, കിളവനും പെങ്കൊച്ചും നൈസായി കാര്യങ്ങൾ നീക്കി. ഇവർക്കിതൊന്നും വലിയ കാര്യമേ അല്ല. അവൻ്റെ നിരാശ നിറഞ്ഞ വാക്കുകൾ കേട്ട് പൊട്ടിച്ചിരിച്ചു പോയി ആകാശ്. ഡാ, അവർ ചിലപ്പോൾ സ്ഥിരം ഇത് ഉപയോഗിക്കുന്നുണ്ടാകും. ആ മറുപടിയിലെ ദ്വയാർത്ഥം മനസ്സിലാക്കവേ വിഷ്ണുവും പൊട്ടിച്ചിരിച്ചുപോയി. അങ്ങനെയാണ് കിളവൻ്റെയൊക്കെ ഒരു യോഗം തന്നെ. വേഗത്തിൽ ബൈക്കിലേക്ക് കയറി അവർ അടുത്ത ഷോപ്പ് ലക്ഷ്യമാക്കി പാഞ്ഞു. അങ്ങനെ അന്നത്തെ ദിവസം 6-7 ഷോപ്പുകളിൽ കയറി ഇറങ്ങി അവർ. ചിലർ വകവയ്ക്കാതെ സാധനം എടുത്തു കൊടുത്തപ്പോൾ 1-2 പേർ എന്തിനാ വാങ്ങുന്നതെന്നുള്ള ചോദ്യവും ഇതൊന്നും അത്ര നല്ലതല്ല എന്നുമൊക്കെയുള്ള കമൻറ്റുകളും ഒക്കെ അടിച്ചു. ഒടുവിൽ വൈകുന്നേരം രണ്ടാളും വീഡിയോയ്ക്കുള്ളതൊക്കെ ശേഖരിച്ചു വീട്ടിലേക്ക് തിരികെ എത്തി. ആകാശേ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം. ഇന്നത്തെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ പഴഞ്ചൻ ചിന്താഗതികൾ എന്നൊക്കെ വെച്ച് കാച്ചി ഒരു ക്യാപ്ഷനും കൊടുക്കാം. ഇത്തവണ നമുക്ക് റീച്ച് കിട്ടും, ഉറപ്പ്. നമ്മൾ വൈറലാകുകയും ചെയ്യും. നല്ല ആത്മവിശ്വാസത്തിലായിരുന്നു വിഷ്ണു. അപ്പോഴാണ് ആകാശം മറ്റൊരു കാര്യം ഓർത്തത്. അടിയ, ഈ കോണ്ടം പാക്കറ്റുകൾ എന്തു ചെയ്യും? എൻ്റേൽ മൊത്തം 7 പാക്കറ്റുണ്ട്. ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി വിഷ്ണുവിൻ്റെ പക്കലും ഇല്ലായിരുന്നു. എടാ, അത് അബദ്ധമായിപ്പോയി. വന്ന വഴിക്ക് എവിടെയും കളയാനുള്ളതായിരുന്നു. അവനും അപ്പോഴാണ് ആ കാര്യം ഓർത്തത്. എടാ, നീ തൽക്കാലം റൂമിൽ തന്നെ വെച്ചേക്കൂ. നാളെ സ്കൂളിൽ പോണ വഴിക്ക് എവിടെയെങ്കിലും കളയാം. ഒടുവിൽ പോം വഴിയും വിഷ്ണു തന്നെ കണ്ടെത്തി. അതോടെ ആ പാക്കറ്റുകൾ ക്യാമറ കവറിനുള്ളിൽ ഒളിപ്പിച്ച് ആകാശ് വീട്ടിലേക്ക് പോയി. വിഷ്ണു ആകാശിൻ്റെ ബൈക്കുമായി തൻ്റെ വീട്ടിലേക്കും. ആകാശ് ഗേറ്റ് കടന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ മുൻവശത്ത് തന്നെ നിന്നിരുന്നു അച്ഛനും അമ്മയും. ചുറ്റുമതിലിനോട് ചേർന്ന് 1-2 അയൽക്കാരും. ആ, ദേ വന്നു. നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു. തന്നെ കണ്ടപാടെയുള്ള അയൽക്കാരുടെ കമൻറ്റും അച്ഛൻ്റെയും അമ്മയുടെയും കടുപ്പിച്ച നോട്ടവും കാണിക്കെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയവൻ ചെറിയൊരു പേടിയോടെയാണ് അവൻ പതിയെ വീടിനരികിലേക്ക് നടന്നത്. ഒരുമ്പെട്ടവനെ, ഇപ്പോഴേ നീ പാഴായിപ്പോയി അല്ലേ? അച്ഛൻ്റെ നിയന്ത്രണം വിട്ട് തനിക്ക് നേരെ പാഞ്ഞു വരുമ്പോൾ ഒന്നും മനസ്സിലാകാതെ അന്താളിച്ച് നിന്നുപോയി അവൻ. ഒറ്റ അടി. അതിൽ തന്നെ നിലതെറ്റി നിലത്തേക്ക് വീണു. കഷ്ടകാലത്തിന് ക്യാമറ ബാഗിനുള്ളിൽ വെച്ച കോണ്ടം പാക്കറ്റുകളും വെളിയിൽ ചാടി. കണ്ടില്ലേ, ചെക്കൻ്റെ സാധനം സ്റ്റോക്കാണ്. അപ്പോൾ ന്യൂസിൽ കണ്ടതൊക്കെ ഉള്ളത് തന്നെയാ. ആദ്യം അത് കണ്ട് അമ്പരന്നത് അയൽക്കാർ തന്നെയാണ്. പിന്നാലെ ആകാശിൻ്റെ അച്ഛനും അമ്മയും. ഇതെന്താടാ ഈ കാണുന്നേ? നീ അപ്പോൾ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ തന്നെ അല്ലേ? വൃത്തികെട്ടവനെ, ഇത് തുടങ്ങിയിട്ട് എത്ര നാളായടാ? കയ്യിൽ കിട്ടിയ ചൂലുമായി കലുതുള്ളി അമ്മ ഓടിയെടുക്കുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് ഓടാൻ പോലും അവസരം കിട്ടിയില്ല ആകാശിന്. അമ്മേ, ഇതൊരു വീഡിയോ ചെയ്യാൻ വാങ്ങിയതാ. എന്താ അമ്മേ, എന്താ കാര്യം? ഓരോ അടിക്കിടയിലും അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു. നിന്റെ ഒരു വീഡിയോ? സത്യം പറയടാ, ഏതവളുടെ അടുത്താടാ ഇതൊക്കെ വാങ്ങിപ്പോയത്? അമ്മ ഉറഞ്ഞു തുള്ളുകയായിരുന്നു. ഒടുവിൽ അടികൊണ്ട് അവശനായി എങ്ങനെയും ഓടി മുറിയിൽ കയറി കതകടച്ചു ആകാശ്. പുറത്ത് അച്ഛൻ്റെയും അമ്മയുടെയും വക ബഹളങ്ങൾ കേട്ടിട്ടും അവൻ വാതിൽ തുറന്നില്ല. അപ്പോഴേക്കും ഫോണിൽ വിഷ്ണുവിൻ്റെ കോൾ വന്നു. അളിയ, പണി പാളിയടാ. നമ്മൾ ഷോപ്പിൽ പോയി കോണ്ടം വാങ്ങുന്നത് ആ ഭാഗത്ത് നിന്നിരുന്ന ചാനലുകാർ കണ്ടിട്ട് അവരത് ഷൂട്ട് ചെയ്തു. വഴിതെറ്റുന്ന കൗമാരം എന്ന തലക്കെട്ട് വെച്ച് ന്യൂസിൽ കൊടുത്തടാ. എന്നതേ വീട്ടിലെടുത്തിട്ട് അലക്കി. വിഷ്ണു പറഞ്ഞത് കേട്ടപ്പോഴാണ് എന്താണ് സംഭവിച്ചത് എന്ന് ആകാശിനും മനസ്സിലായത്. ഡാ, പണി പാളി. എനിക്ക് കിട്ടി പൊതിരെ തല്ല്. കാര്യം എന്താണെന്ന് ഇപ്പോഴറിഞ്ഞത്. അവൻ്റെ സ്വരം വളരെ ദയനീയമായിരുന്നു. നമ്മൾ കഷ്ടപ്പെട്ട് വൈറലാകാൻ നോക്കിയപ്പോൾ മറ്റുള്ളവർ സിമ്പിളായി നമ്മളെ വൈറലാക്കിയളിയ. ഇപ്പോൾ എല്ലാവരുടെയും ചർച്ചാ വിഷയം നമ്മൾ 2 പേരുമാണ്. പണി മൊത്തത്തിൽ പാളി. വിഷ്ണുവിൻ്റെ മറുപടി കേൾക്കെ ആകാശിൻ്റെ കിളി പോയ അവസ്ഥയിലായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യൂടാ? ഒന്നും ചെയ്യാനില്ല. രക്ഷപ്പെടണയിൽ അച്ഛൻ്റെ അമ്മയുടെയും കാല് പിടിച്ചു. വേറെ വഴിയില്ല. മറുപടി പറഞ്ഞുകൊണ്ട് വിഷ്ണു കോൾ കട്ടാക്കി. അതോടെ ഇനി കീഴടങ്ങുകയല്ലാതെ രക്ഷയില്ല എന്ന് ആകാശം മനസ്സിലാക്കി. പതിയെ അവൻ മുറിയുടെ വാതിൽ തുറന്നു. അടിയുടെ ഇടിയുടെ പൊടിയുടെ മേളം വീണ്ടും ആരംഭിച്ചു. ഒരുമ്പെട്ടവനെ, അവൻ ഈ പ്രായത്തിലെ ചെറ്റ പൊക്കാൻ തുടങ്ങി. അമ്മ തല്ലല്ലേ, അത് യൂട്യൂബ് വീഡിയോയ്ക്ക് വാങ്ങിയതാ, വേറൊന്നിനും. നാറി, നിന്റെ ഒരു യൂട്യൂബ് നിർത്തിക്കോണം എല്ലാം ഇന്നത്തോടെ. നിലവിളികളും തെറിവിളികളും വീടിനെ ആകെ മൊത്തം കുലുക്കി. ആ സാമാനവും വാങ്ങി ഏതോ പെണ്ണിൻ്റെ അടുത്ത് പോയിട്ട് അത് ഷൂട്ട് ചെയ്ത് വീഡിയോ യൂട്യൂബിലിടാനായിരുന്നു പോലും. ദൈവമേ, പിള്ളേരുടെ ഒക്കെ ഓരോ ധൈര്യമേ, അതും ഈ പ്രായത്തിൽ. ചുറ്റും കൂടിയ അയൽക്കാർ
അപ്പോൾ പുതിയ പുതിയ കഥകൾ മെനയുകയായിരുന്നു. അങ്ങനെ വൈറലാകാൻ ആഗ്രഹിച്ച 2 പേരുടെ ആഗ്രഹം ദൈവം അങ്ങ് നടത്തിക്കൊടുത്തു. പിന്നെ കുറച്ചു നാളത്തേക്ക് സമൂഹ മാധ്യമങ്ങളിൽ അവർ തന്നെയായിരുന്നു വൈറൽ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.